പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൻ്റെ ഉദയമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ പഠന വിഷയമാക്കുന്നത്. യേശുവിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവരാജ്യത്തിൻ്റെ ഉത്ഭവം, വളർച്ച, സവിശേഷതകൾ, ലക്ഷ്യം എന്നിങ്ങനെ അനേകം കാര്യങ്ങൾ യേശു പഠിപ്പിച്ചു. അധിക പങ്കും ഉപമകളിലൂടെയാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ ഉപമകളിലൂടെ വിടരുന്ന ദൈവരാജ്യത്തിൻ്റെ ആ ഉദയമാണ് നമ്മൾ ഈ പരമ്പരയിൽ പഠന വിഷയമാക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിത്തിനെ സംബന്ധിച്ച മറ്റൊരു ഉപമയാണ്. കാർഷിക മേഖലയിൽ നിന്നാണ് യേശു അധിക പങ്കെന്നതിൻ്റെ ഉപമകൾ എടുത്തത്. വിത്ത് എപ്രകാരം വളരുന്നു, അതെങ്ങനെ ഫലമണിയുന്നു എന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ, അതിൻ്റെ വിവിധ സ്വഭാവങ്ങൾ, അനുദിന ജീവിതത്തിൽ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് യേശു അധിക പങ്കും പഠിപ്പിച്ചത്. നമ്മൾ ഇന്നത്തെ പഠനത്തിനായി ലൂക്ക എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന 2 ഉപമകളാണ് എടുക്കുക. ആദ്യമേ ഞാൻ ബൈബിൾ ഭാഗം വായിക്കട്ടെ. യേശു പറഞ്ഞു, ദൈവരാജ്യം എന്തിനോട് സാദൃശ്യമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അത് വളർന്ന് മരമായി. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖയിൽ ചേക്കേറി. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത്. ദൈവവചനമാണ് നാം കേട്ടത്. കടുകുമണി പോലെ, പുളിപ്പ് പോലെ. ജനങ്ങളുടെ പ്രതീക്ഷയും യേശുവിലൂടെ വന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരണവും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ദാവീദിൻ്റെ രാജ്യത്തെയാണ്. ഇസ്രായേൽ ഒരു ലോക രാഷ്ട്രമായി വളരുമെന്നും അതിനുവേണ്ടി ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് രക്ഷകനെ മിശിഹായെ അയക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. സാമുവേൽ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിലാണ് ഇത് ഏറ്റവും വ്യക്തമായ ഒരു പ്രവചനമായി വന്നിരിക്കുന്നത്. നിന്റെ മരണത്തിന് ശേഷം നിന്റെ ഔരസപുത്രനെ, നിന്നിൽ നിന്ന് ജനിക്കുന്ന ഒരു പുത്രനെ നിന്റെ സിംഹാസനത്തെ ഞാൻ ഉപവിഷ്ടനാക്കും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്നൊക്കെ പറയുന്ന ആ ബൈബിൾ ഭാഗം 2 സാമുവേൽ 7-ാമത്തെ അധ്യായം. രാജഭരണം ഇല്ലാതായൊരു സാഹചര്യത്തിൽ രാജഭരണത്തിന് വേണ്ടി അവർ കാത്തിരുന്നു, ആകാംക്ഷയുടെ ദാഹത്തോടെ. അനേകം പ്രവാചകന്മാർ ഈ പ്രതീക്ഷകൾക്ക് ഇന്ധനം പകർന്നു. യേശയ്യായും ആമോസും മിക്കായും ഹോസിയായും ജെറമിയായും ഒക്കെ വരാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ അവർ പ്രതീക്ഷയുടെ കാത്തിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ യേശു വന്ന്, ഒരു രക്ഷകൻ മിശിഹ ദാവീദിൻ്റെ പുത്രൻ വന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കും. ഇസ്രായേലായിരിക്കും ആ രാജ്യത്തിൻ്റെ ഉടമ. അത് ലോകമെങ്ങും വ്യാപിക്കും. എല്ലാ ജനതകളെയും അത് കീഴടക്കും. എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും അതിന് മോചനം ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ജനത്തിൻ്റെ അടുക്കിലേക്കാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. പറയുന്നത്, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്ന ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോർദാനിലെ മാമോദിസായും മരുഭൂമിയിലെ പരീക്ഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം യേശു ഗലീലിലേക്ക് വന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. സുവിശേഷത്തിൻ്റെ കാതൽ ദൈവരാജ്യമാണ്. സമീപിച്ചിരിക്കുന്നു. എഗ്ഗിക്കേൻ എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുക. ഇറ്റ് ഹാസ് കം നിയർ, അടുത്തു വന്നിരിക്കുന്നു. അതിൻ്റെ പ്രകാശകിരണങ്ങൾ നമുക്കിപ്പോൾ തന്നെ കാണാം. ഇതാ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു, വാതിൽ തുറന്നാൽ മതി അകത്തേക്ക് പ്രവേശിക്കും. ദൈവരാജ്യം ഇവിടെ ആഗതമായിരിക്കുന്നു. കണ്ണു തുറക്കുക, കാണുക, ഹൃദയം തുറക്കുക, സ്വീകരിക്കുക, ഇതാണ് യേശു പറയുക. അപ്പോൾ ദൈവരാജ്യം യാഥാർത്ഥ്യമായിരിക്കുന്നതാണ് യേശു പഠിപ്പിച്ചത്. യേശുവിനെതിരെ ആരോപണങ്ങളുമായിട്ട് വന്നപ്പോഴേക്കും യേശു പറഞ്ഞു, പിശാചുക്കളെ പുറത്താക്കുന്ന, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളാലാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവരാജ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അടയാളമായി യേശു വിശദീകരിച്ചു. എപ്പോഴാണ് ദൈവരാജ്യം വരിക എന്ന് ശിഷ്യന്മാരോട് ഫരിസേയർ ചോദിച്ചു. ശിഷ്യന്മാരും ചോദിച്ചു, എപ്പോഴാണ് രാജ്യം വരിക? യേശു പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അടയാളങ്ങൾ കൊണ്ടല്ല അത് വരുന്നത്. ദൈവരാജ്യം ഇതാ നിങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പോഴുണ്ട്. അപ്പോഴിങ്ങനെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആസനമായിരിക്കുന്നു, വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ചുറ്റുപാട് നോക്കുന്നവർക്കൊന്നും കാണാനില്ല. എവിടെയാണ് ഈ ദൈവരാജ്യം? ഇവൻ ദാവീദ് പുത്രനാണെങ്കിൽ എവിടെ അവൻ്റെ സിംഹാസനം? രാജ്യം ഭരിക്കാനായിട്ടുള്ള ഭരണകൂടം എവിടെ?
വിദേശ ശക്തികളെ ആക്രമിച്ച് തോൽപ്പിക്കാനായിട്ടുള്ള സൈന്യങ്ങൾ ഇവിടെ. ഇവിടെ പട്ടാളവുമില്ല, പടയുമില്ല, സിംഹാസനവുമില്ല, കിരീടവുമില്ല. യേശു ഒരു സാധാരണക്കാരൻ. സാധാരണക്കാരൻ. അവൻ്റെ തുടക്കം നസറത്തിലാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടാത്ത ഒരു കുഗ്രാമം നസറത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ മിശിഹായെ കണ്ടു എന്ന് ശിഷ്യൻ പറയുമ്പോൾ ഫിലിപ്പി ചോദിക്കും, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? വന്ന് കാണുക പറയുക. നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഒരു നന്മയും വരാൻ മാത്രം ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ലാത്ത ഈ കുഗ്രാമത്തിൽ നിന്നാണോ മിശിഹ വരിക? അത് തന്നെയുമല്ല, ഈ വരുന്ന ആളൊരു ആശാരിപ്പണിക്കാരൻ, നസറത്തിലെ തച്ചൻ, ജോസഫൻ തച്ചൻ്റെ മകനായ തച്ചൻ. അവന് ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നുമില്ല. സമൂഹത്തിൽ അംഗീകാരം, സ്വന്തമായൊരു സ്ഥാനത്തിൻ്റെതായ ഔദ്യോഗികമായ യാതൊരു സ്ഥാനവുമില്ല. ഒരു റബ്ബിയുടെ കീഴിൽ അവൻ പഠിച്ചിട്ടില്ല. അവൻ ഒരു സ്കൂളിലും പോയിട്ടില്ല. അപ്പോൾ സ്വന്തമായിട്ടൊന്നുമില്ലാത്ത ഈ തച്ചൻ്റെ മകനിലൂടെയാണോ ദൈവരാജ്യം വരിക? ഇനി ആരൊക്കെയാണ് അവൻ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം, അവൻ്റെ കൂടെ പോകുന്നത് കുറച്ച് മീൻപിടുത്തക്കാർ, പിന്നെ ചുങ്കക്കാർ, മാനസാന്തരപ്പെട്ട വേശ്യകൾ, പിശാചുബാധിതരിൽ നിന്ന് മോചനം നേടിയവർ, രോഗികൾ, കുഷ്ഠരോഗികൾ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആർക്കും വേണ്ടാത്ത കുറേ ആളുകളെയും കുട്ടിയാണ് ഇവൻ നടക്കുക. ഇവൻ്റെ പ്രവർത്തനങ്ങളോ പ്രതീക്ഷിച്ചതിൽ ഘടകവിരുദ്ധമായിട്ട്. വിശുദ്ധൻ എന്ന് പറയത്തക്ക ഒന്നും തന്നെ അവനുണ്ടായിരുന്നില്ല. വിശുദ്ധിയുടേതായ യഹൂദ നിയമങ്ങളൊന്നും തന്നെ അവൻ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അശുദ്ധമായതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അശുദ്ധമായതിനെ സ്പർശിക്കുന്ന അശുദ്ധനാകും. കൈ കഴുകാതെ ഭക്ഷിച്ചാൽ അശുദ്ധനാകും. ശവശരീരത്തെ സ്പർശിച്ചാൽ അശുദ്ധനാകും. കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാകും. ഈ നിയമങ്ങളൊന്നും മാനിക്കാതെ പ്രവർത്തിക്കുന്ന വ്യക്തി. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം സാബത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ പ്രമാണമായി 10 കൽപ്പനകൾ ഒന്നായി കൊടുത്തിരിക്കുന്നതാണ്. നീ സാബത്ത് ആചരിക്കണം, അന്ന് യാതൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്ന് ശക്തമായ നിയമമുണ്ട്. അതിന് വ്യക്തമായ വിശദീകരണങ്ങൾ റബ്ബിമാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യേശു ഈ നിയമവും കാറ്റിൽ പറത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്നതും ഘടകവിരുദ്ധമായ ഒന്ന്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ശൈലികൾ, അവൻ്റെ കൂടെ പോകുന്ന യാതൊരു സ്വാധീനവുമില്ലാത്ത കുറച്ച് മനുഷ്യർ. ഇതാണോ ദൈവരാജ്യം? ഇതെങ്ങനെ ദൈവരാജ്യമാകാൻ സാധിക്കും? ഇതെങ്ങനെ ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന ദാവീദിൻ്റെ രാജ്യമാകും? ഇവനെവിടെയാണ് സിംഹാസനം സ്ഥാപിക്കാൻ പോവുക? ഇവനിലൂടെ എങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാകുക? എങ്ങനെയാണ് ലോകരാഷ്ട്രം കെട്ടിപ്പടുക്കുക? തീർച്ചയായിട്ടും ഈ ചിന്തകളുണ്ടായിരുന്നു. യേശുവിൻ്റെ തുടക്കം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി, ഇതെല്ലാം ഇവരുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ വൈരുദ്ധ്യം വിശദീകരിക്കുക ആവശ്യമായിരുന്നു. അപ്പോൾ യേശു അവരെ പഠിപ്പിക്കുകയാണ് എന്താണ് ദൈവരാജ്യം, അതെങ്ങനെയാണ് വരുന്നത്. നമ്മൾ താനേ വളരുന്ന വിത്തിൻ്റെ കഥയിലൂടെ ഒരു ഉദാഹരണം കണ്ടായിരുന്നു. അത് ആന്തരികമായ ശക്തി കൊണ്ടാണ് വളർന്നു വരിക. മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമല്ല ദൈവരാജ്യം, അത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ആ പ്രവർത്തനത്തിന്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് മനുഷ്യൻ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്, മനുഷ്യ ഹൃദയങ്ങളിലാണ് ഇത് മുടമുട്ടി വളരേണ്ടത്. ഇന്ന് നമ്മളെടുത്ത 2 ഉപമകൾ, അതിൽ ഞാൻ ആദ്യം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പുളിമാവിൻ്റെ ഉപമയാണ്. 2 ഉപമകളുണ്ട്, കടുകുമണിയുടെയും പുളിമാവിൻ്റെയും. ഈ പുളിമാവിൻ്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചു വയ്ക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വീട്ടിലായിരുന്നപ്പോൾ അമ്മ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കലക്കി കള്ളും ചേർത്ത് കലത്തിൽ ഒരു ദ്രാവകമാക്കി വയ്ക്കും, പുളിപ്പും ചേർത്ത്. കുറച്ച് കഴിയുമ്പോൾ അത് കുമളകൾ കൂട്ടാൻ തുടങ്ങും. ആ സാവകാശം അത് ഉയർന്നു വരും, കലം നിറയും. പുറമേ നിന്ന് ആരും കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. നിശബ്ദമായി നിർജീവമെന്ന് തോന്നുന്നിരുന്ന പൊടിയിൽ, ഈ വെള്ളത്തിൽ കുഴച്ച പൊടിയിലേക്ക് അല്പം പുളിമാവ് ചെല്ലുമ്പോൾ ആ പുളിമാവ് ചുറ്റുമുള്ളതിനെ പുളിപ്പിക്കുകയാണ്. അവിടെ ഒരു വലിയ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ഒരു വലിയ രൂപാന്തരീകരണം. ഒരു ചെറിയ മോളിക്യൂളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇത് പുളിപ്പ് പകരുകയായി. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ഒരു ബഹളവുമില്ല. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രൂപാന്തരീകരണം. അതുപോലെയാണ് യേശു പറഞ്ഞു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടത്തക്ക വിധത്തിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഒന്നല്ല. അത് പുറമേ നിന്ന് വരുന്ന ശക്തി കൊണ്ടുണ്ടാകുന്നതുമല്ല. ഇത് ആന്തരികമായൊരു പരിവർത്തനമാണ് സംഭവിക്കുക. ഒരു ചെറിയ കണിക അടുത്ത കണികയെ പുളിപ്പിക്കുന്നു, അടുത്തപടി അങ്ങനെ സാവകാശം ഇതെല്ലായിടത്തും എത്തിച്ചേരുന്നു. പുളിമാവ് ഈ കുഴച്ച മാവിൽ വെച്ച് കഴിഞ്ഞാൽ
സാവകാശം ആ മാവ് മുഴുവൻ പുളിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ശക്തിയാണ് ഈ പുളിപ്പിൻ്റെ അല്പം പുളിപ്പ് കൊണ്ട് മുഴുവനും പുളിപ്പിക്കാൻ സാധിക്കും. അത് പുളിപ്പായി മാറുന്നു. ഏതാണ്ട് ഇതുപോലെയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന വലിയൊരു പരിവർത്തനമാണ്. നിർജീവമായിരുന്ന ഈ കലത്തിലേക്ക് പുളിപ്പ് വന്നപ്പോഴേക്കും അതിൽ ശബ്ദമുണ്ടാകുന്നു, കുമിളകളുണ്ടാകുന്നു, ചലനമുണ്ടാകുന്നു. അത് നിശബ്ദമായിരുന്നത് ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ ആന്തരികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിവർത്തനമാണ് ദൈവരാജ്യം എന്ന് യേശുവിടെ പഠിപ്പിക്കുകയാണ്. പുളിപ്പ് എപ്രകാരം മറ്റുള്ളതിനെ പുളിപ്പിക്കുന്നത് പോലെ. ഇതുപോലെയാണ് ദൈവരാജ്യത്തിൻ്റെ വചനം. വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു കഴിയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എൻ്റെ ചിന്താരീതി, എൻ്റെ മൂല്യ ശ്രേണി, ഞാൻ വിലപ്പെട്ടതായി കരുതുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദൈവരാജ്യത്തിൻ്റെ വചനം ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഞാൻ എൻ്റെ അയൽക്കാരനെ ശത്രുവായി കണ്ട് അവൻ്റേത് കൂടി അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യം എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ പറയും, പാടില്ല. അവൻ നിൻ്റെ സഹോദരനാണ്, നിൻ്റെ അയൽക്കാരനാണ്, നിൻ്റെ സഹോദരനാണ്, നിൻ്റെ ശത്രുവല്ല. നിന്നെപ്പോലെ തന്നെ ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്നവനാണ്, നിന്നെപ്പോലെ തന്നെ സ്നേഹത്തിന് അർഹനായവനാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, നീ സ്നേഹിക്കണം. എൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാവുകയാണ്. അന്യൻ്റേത് കൂടി പിടിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുന്ന എന്നോട് പറയും, പാടില്ല. ദൈവം നിനക്ക് തന്നിരിക്കുന്ന പോലെ അവകാശങ്ങളും ആവശ്യങ്ങളും മറ്റുള്ളവർക്കുമുണ്ട്. അന്യന് അവകാശപ്പെട്ട് ഒരിക്കലും നീ എടുക്കാൻ പാടില്ല. ഒരുവനെ നിറം നോക്കിയോ മുഖം നോക്കിയോ വിധിക്കരുത്. എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. എല്ലാ മനുഷ്യരെയും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി കാണുമ്പോൾ ഞാനും അതിൽ ഒരംഗമാണ്. അപ്പം ഇവിടെ നരന് നരകമല്ല, അവരൻ എൻ്റെ ശത്രുവല്ല, അവരൻ എൻ്റെ മിത്രമാണ്, അവരൻ എൻ്റെ സഹോദരനാണ് എന്ന് ഞാൻ പഠിപ്പിക്കുന്നു. ഈ ഒരു ആശയം, ഈ ഒരു ചിന്ത, ദൈവത്തിൻ്റെതായ ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനം മറ്റൊരാൾ കണ്ട് ആ വ്യക്തിയിലും പരിവർത്തനം ഉണ്ടാകുന്നു. ഇത് ഒച്ചപ്പാടിലൂടെ, ബഹളത്തിലൂടെയോ, മുദ്രാവാക്യം വിളികളിലൂടെയോ, ആയുധ സംഘട്ടനങ്ങളിലൂടെയോ ഒന്നുമല്ല സംഭവിക്കുക. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുണ്ടാകുന്ന ജീവിത സാക്ഷ്യത്തിലൂടെ. പലപ്പോഴും ഒരാളുടെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമല്ലേ നമ്മുടെ ജീവിതത്തിൽ ചലനമുണ്ടാക്കുക. വെല്ലുവിളിയും ഭീഷണിയും നമ്മൾ വെല്ലുവിളി കൂടി തന്നെ നേരിട്ടെന്ന് വരും, അല്ലെങ്കിൽ ഭയന്ന് ഓടിയെന്ന് വരും. പക്ഷേ നമ്മളെ സ്വാധീനിക്കുന്ന സ്നേഹത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. സ്നേഹത്തോടു കൂടിയുള്ള ഒരു സഹായം, അല്ലെങ്കിൽ ഒരു ഉപദേശം, ഒരു മാതൃക, അത് നമ്മളിൽ മാറ്റമുണ്ടാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ ഈ ഭൂമിയിൽ പുളിമാവ് പോലെ കടന്നു വന്ന് പുളിപ്പിക്കും. പക്ഷേ ഇവിടെ മറ്റു വചനങ്ങളും കടന്നു വരുന്നുണ്ടെന്നറിയാം, നമുക്ക് അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന് പുളിപ്പിക്കുന്ന പോലെ മറ്റു പലതും കടന്നു വരികയും ശരി ഈ സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോഴേ എന്തു തരത്തിലുള്ള പുളിപ്പാണ് ഞാൻ സ്വീകരിക്കുക? ഞാൻ സ്വീകരിക്കുന്ന ആശയങ്ങൾ, ഞാൻ സ്വീകരിക്കുന്ന ആദർശങ്ങൾ, ഞാൻ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾ, ഇത് എല്ലാവരുടെയും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും ആത്യന്തികമായി എൻ്റെ തന്നെ നന്മയിലേക്ക് നയിക്കുന്നതാണോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവരാജ്യം ആരെയും നശിപ്പിക്കാനുള്ളതല്ല. ദൈവരാജ്യം ആരെയും പുറത്താക്കുന്നതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ഭരണം യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാവരും സഹോദരങ്ങളാണെന്ന് ബോധ്യമുണ്ടാകും. ഇവിടെ പരസ്പരമുള്ള ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുന്നതിനെ ചെറുത്ത് നിൽക്കാനുള്ള കടമ എനിക്കുണ്ട്. അതിനെക്കുറിച്ച് യേശു വേറെ രീതിയിൽ പഠിപ്പിക്കുന്നതാവും. അപ്പോൾ പുളിമാവിൻ്റെ ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ ഈ യാഥാർത്ഥ്യം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പിണ്ഡം മുഴുവനും പുളിപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. യേശു പറയുന്ന ഉപമയിൽ 3 അളവ് എന്ന് പറയുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന, നേരത്തെ മലയാളത്തിൽ വെച്ചിരുന്ന 3 ഇടങ്ങഴി എന്നാണ്. 3 ഇടങ്ങഴിയല്ല, 3 അളവ്. ഒരളവ് എന്ന് പറയുന്നത് സാത്തോൺ എന്ന ഒരു ഗ്രീക്കാണ്, സെയ്റ്റൻ അല്ല, സാത്തോൺ എന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്. സാത്തോൺ എന്ന് പറഞ്ഞ ഒരു അളവാണ്. ആ അളവ് 15 ലിറ്ററാണ്. 15 ലിറ്റർ. അപ്പോൾ 3 അളവ് എന്ന് പറയുമ്പം 15 3 45 ലിറ്ററാണ്. അപ്പോൾ 45 ലിറ്റർ മാവ് കുഴച്ച് ഒരു വീട്ടിലും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. 1 കിലോ മാവ് കൊണ്ട് അപ്പം ചുട്ടാൽ മിനിമം 10 പേർക്കിന് ഭക്ഷിക്കാൻ സാധിക്കില്ല, അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു 100-500 പേർക്ക് ഭക്ഷിക്കാൻ മാത്രമുള്ള മാവിൻ്റെ കഥയാണല്ലോ പറയുക. എന്ന് പറയുമ്പോൾ ഇത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനും സ്വാധീനിക്കാൻ, സ്വാംശീകരിക്കാൻ, രൂപപ്പെടുത്താൻ കഴിവുള്ളതാണ് ഈ മാവ്. അപ്പോൾ ഒരു ആഗോള പരിവർത്തനം, ലോകത്തെ മുഴുവനും പരിവർത്തനപ്പെടുത്താൻ മാത്രം ശക്തിയുള്ളതാണ് ഈ തുടക്കം. ഞാൻ തുടങ്ങിയത് ചെറിയ തുടക്കത്തെക്കുറിച്ചായിരുന്നു. നസറത്തിൽ നിന്നുള്ള മരപ്പണിക്കാരൻ കഫർനാമിൽ ചെന്ന് 4
മീൻപിടുത്തക്കാരെ വിളിച്ചുകൊണ്ട് തുടങ്ങിയ ആ ദൈവരാജ്യത്തിൻ്റെ തുടക്കം ലോകം മുഴുവനും രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം, യേശു കൊണ്ടുവന്ന ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാത്തതായി ഇന്നൊരു സമൂഹവുമില്ല. എല്ലായിടത്തുമുണ്ട് നീതിക്ക് വേണ്ടിയുള്ള വലിയ ദാഹം, മനുഷ്യനെ സഹോദരനായി കാണാനുള്ള ആ ഒരു വലിയ തീക്ഷ്ണമായ ആഗ്രഹം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കടന്നു വന്ന ലോക രാഷ്ട്രങ്ങളുടേതായ സംഘടനകൾ, മിക്കവാറും സ്വാതന്ത്ര്യം ലഭിച്ച എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഉണ്ടാക്കുന്ന പ്രമാണങ്ങൾ, നിയമങ്ങൾ, ഭരണഘടനകൾ, ഇവിടെയെല്ലാം ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ചുരുക്കം ചില തീവ്രവാദികൾ ഒഴിച്ചാൽ. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ചെറിയ തുടക്കം കണ്ട് നിരാശപ്പെടരുത്. വലുതാകുന്നതെല്ലാം ചെറുതായിട്ടാണ് തുടങ്ങുക. ഈ അല്പം പുളിമാവ് 10 ഗ്രാമേ ഉള്ളായിരിക്കാം, പക്ഷേ ഈ 10 ഗ്രാം പുളിമാവേ ഉണ്ടെങ്കിലും ആ 10 ഗ്രാം 10,000 കിലോയെ രൂപപ്പെടുത്താൻ, എത്ര വേണമെങ്കിലും രൂപപ്പെടുത്താൻ കഴിവുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ സന്ദേശം, ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം ഈ ലോകത്തെ മുഴുവനും രൂപപ്പെടുത്താൻ മാത്രം ശക്തമാണ്. കാരണം അതിലൂടെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ അല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ പുളിമാവ് നമ്മിലുണ്ടാവണം. പുളിപ്പിനെ കുറിച്ച് പല രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവും. ഫരിസേയരുടെ പുളിമാവിനെ കുറിച്ച് എത്തിക്കണമെന്ന് യേശു പറയും, ആശയമാണ്. അപ്പോൾ ഫരിസേയരുടെ പുളിമാവ് സ്വാർത്ഥതയിൽ ഉരുത്തിരിഞ്ഞതാണ്, സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നതാണ്, ശത്രുതയിലേക്ക് നയിക്കുന്നതാണ്, അന്യരെ വിവേചനാബോധത്തോടുകൂടി മറ്റുള്ളവരെ ശത്രുക്കളായി കാണുന്നൊരു ബോധമാണ്. പക്ഷേ യേശു കൊണ്ടുവന്ന ദൈവരാജ്യത്തിൻ്റെ പുളിപ്പ് അത് സ്നേഹമാണ്, സാഹോദര്യമാണ്, അത് ശാന്തതയാണ്, സൗമ്യതയാണ്, ക്ഷമയാണ്, കരുണയാണ്. ഇപ്രകാരമുള്ള ഈ പുളിപ്പ് എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിൻ്റെ തന്നെ ഒരു പുളിമാവായി മാറും. അപ്പോൾ ഇത് കടന്നു വന്നാൽ പിന്നെ എനിക്ക് പഴയതുപോലെ ആയിരിക്കാൻ സാധിക്കുകയില്ല. പുളിപ്പ് കടന്നു വന്ന മാവിൻ്റെ പിണ്ഡം പഴയതുപോലെ ഒരിക്കലും മടങ്ങി വരില്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ സന്ദേശവുമായി ഞാൻ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ എൻ്റെ ജീവിതം പഴയതുപോലെ തുടരാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. ആ മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ ആന്തരികതയിലാണ്, എൻ്റെ മൂല്യങ്ങളിലാണ്, എൻ്റെ ചിന്താഗതിയിലാണ്, എൻ്റെ ആഗ്രഹങ്ങളിലാണ്, എൻ്റെ ആദർശങ്ങളിലാണ്, എൻ്റെ ബന്ധങ്ങളിലാണ്, എൻ്റെ പ്രതീക്ഷകളിലാണ്. ഇവിടെയെല്ലാം മാറ്റമുണ്ടാകും. അപ്പോൾ ആ ഒരു വലിയ പരിവർത്തനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. അതാണ് യേശു പഠിപ്പിച്ച ഈ പുളിമാവിൻ്റെ ഉപമയിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. നമ്മൾ അടുത്ത തവണ കടുകുമണിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോട് സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുവേ, ദൈവമേ, അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നതിനെക്കുറിച്ച് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അല്പം പുളിപ്പ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഈ ലോകത്തെ മുഴുവനും നവീകരിക്കാൻ ശക്തമാണ് അവിടുത്തെ വചനമെന്ന്, ഈ ലോകത്തെ മുഴുവനും അങ്ങയുടെ രാജ്യമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്, അങ്ങയുടെ ഭരണം ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കന്യവാനായ ദൈവമേ, അങ്ങയുടെ ഭരണത്തിന് ഞങ്ങളെ തന്നെ വിട്ടുതരാൻ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വേരുപാകി അത് വളർന്ന് പന്തലിച്ച് ഈ സമൂഹത്തെ, ഞങ്ങളെയും സമൂഹത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുവാൻ ഉള്ള കൃപ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളെ ദൈവരാജ്യത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റണമേ.